സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം. ഉപ്പും മുളകും പരമ്പരയിലെ ബിജു സോപാനത്തിന്റെയും SP ശ്രീകുമാറിന്റെയും എതിരെ വന്ന ലൈംഗിക അതിക്രമ പരാതി എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയാണ്. എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ ആയിട്ട് പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഇത് പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. ആദ്യം ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജു സോപാനത്തിന്റെയും SP ശ്രീകുമാറിന്റെയും എതിരെ പരാതി നൽകിയത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. സെറ്റിൽ വെച്ച് പരാതിക്കാരിയായ നടി ഡ്രസ്സ് മാറുകയായിരുന്നു. വസ്ത്രം മാറുമ്പോൾ ഒരു നടൻ മൊബൈലിൽ പകർത്തുകയായിരുന്നു ആ ദൃശ്യങ്ങൾ. ഇതിനെ തുടർന്ന് നടി സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. ഈ പ്രശ്നം വഷളായതോടുകൂടി മറ്റൊരു നടൻ ഈ നടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പുറത്താരോടും പറയരുത് എന്നായിരുന്നു ഭീഷണി. എന്നാൽ നടി അതിനൊന്നും വഴങ്ങിയില്ല. പുറത്തെത്തിയതിനു ശേഷം ആ വിവരം എല്ലാവരോടും പറഞ്ഞു. ഒടുവിൽ പരാതി വരെ നൽകി. അങ്ങനെയാണ് നടൻ ബിജു സോപാനത്തിന്റെയും SP ശ്രീകുമാറിന്റെയും എതിരെ പരാതി രജിസ്റ്റർ ചെയ്തത്. പ്രശസ്ത യൂട്യൂബ് ചാനലായ പ്രേം ഫിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഇനി ആരാണ് ആ നടി എന്ന് മാത്രമാണ് ആരാധകർക്ക് അറിയേണ്ടത്. പരമ്പരയിൽ SP ശ്രീകുമാറിന്റെ ഭാര്യ കഥാപാത്രമായ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് പരാതിക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒടുവിൽ നടി തന്നെ പ്രതികരണം അറിയിച്ചെത്തി. ഞാനല്ല ആ നടി എന്നായിരുന്നു നടിയുടെ വാക്കുകൾ. തൊട്ടു പിന്നാലെ നിഷ സാരംഗിനെതിരെയാണ് ആരാധകർ സംശയം ഉന്നയിച്ചത്. പ്രമുഖ നടിയുടെ പരാതി എന്ന് മാത്രമായിരുന്നു ന്യൂസ് ചാനലുകളിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ നടി ആരാണെന്ന് ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല, വരികയുമില്ല. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക.